CPM-നെതിരെ കടുത്ത വിമർശനങ്ങളുമായി യാക്കോബായ സഭ നിരണം മുൻ ഭദ്രസനാധിപൻ ഗീവർഗീസ് മാർ കുറിലോസ്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം പാഠം പഠിച്ചില്ലെങ്കിൽ ബംഗാളിന്റെയും ത്രിപുരയുടെയും അവസ്ഥയുണ്ടാകുമെന്നും ഗീവർഗീസ് മാർ കുറിലോസ്. രണ്ടാം പിണറായി സർക്കാരിന് നിലവാര തകർച്ചയെന്നും ഭൂരിപക്ഷം മന്ത്രിമാരുടെയും പ്രകടനം ദയനീയമെന്നും വിമർശനം. പ്രളയവും മഹാമാരികളും എപ്പോഴും രക്ഷയ്ക്ക് എത്തണമില്ലെന്നും കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീടില്ലെന്നും ഗീവർഗീസ് മാർ കുറിലോസ്. CPIM-നെതിരെ കടുത്ത വിമർശനമാണ് ഗീവർഗീസ് മാർ കുറിലോസ് ഉന്നയിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ഹൻസ് കൂടി ചേരുന്നു. ഹൻസ് ഡോൺ ആണ് ചേരുന്നത്. ഹൻസ്, CPM പറയുന്നത് യാതൊരു തരത്തിലുള്ള വോട്ട് വീഴ്ചയും ഉണ്ടായിട്ടില്ല, വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ്. ഇപ്പോൾ സഭ പറയുന്നത് ഭരണവിരുദ്ധ വികാരമാണ് ഇത്തരത്തിൽ ഇത്രയും വലിയ കനത്ത തോൽവിക്ക് കാരണം എന്നാണ്. എന്തെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത്? സ്വാതി, ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കുറിലോസ് CPM-നെതിരെ രൂക്ഷ വിമർശനവുമായി മുന്നോട്ടെത്തിയത്. കേരളത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ പരാജയമാണ് CPM നേരിട്ടത്. ഇതിന്റെ പ്രധാന കാരണം കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. പാഠം പഠിച്ചില്ലെങ്കിൽ ബംഗാളിന്റെയും ത്രിപുരയുടെയും അവസ്ഥയുണ്ടാകും. രണ്ടാം പിണറായി സർക്കാരിന് നിലവാര തകർച്ചയുണ്ടെന്നും ഭൂരിപക്ഷം മന്ത്രിമാരുടെയും പ്രകടനം ദയനീയമാണെന്നും അദ്ദേഹം കുറിച്ചു. കൂടാതെ ധാർഷ്ട്യവും ധൂർത്തും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും എപ്പോഴും കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ലെന്നും, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ വീഴില്ലെന്നും അദ്ദേഹം കുറിച്ചു. തിരുത്തുമെന്ന് പറയുന്നത്, പ്രത്യേകിച്ചും CPM സംസ്ഥാനത്തെ CPM ഘടകം തിരുത്തുമെന്ന് പറയുന്നത് സ്വാഗതാർഹമാണെന്നും ഫേസ്ബുക്കിലൂടെ അദ്ദേഹം കുറിച്ചു. CPIM-നെതിരെ കടുത്ത വിമർശനങ്ങളുമായി യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കുറിലോസ്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമാണെന്നും പാഠം പഠിച്ചില്ലെങ്കിൽ ബംഗാളിന്റെയും ത്രിപുരയുടെയും അവസ്ഥയുണ്ടാകുമെന്നുമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്.